ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളിതാ ചില ദിവസങ്ങളുണ്ടാവില്ല നമുക്ക് ഭയങ്കര ഒരു മടി തോന്നുന്ന ദിവസം. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്ക് ഇന്നലെ കേട്ടോ. അപ്പോൾ അതാ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മക്കളെ കൂടെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കിടക്കുക അല്ലെങ്കിൽ കിച്ചണിലേക്ക് അല്ലെങ്കിൽ ഒരു സുഖം തരില്ല. അമ്മച്ചിയെ ജോയിൻ ആവണില്ല, അമ്മച്ചിയെ മിസ്സ് വന്നിട്ടില്ല, അതാണ് അമ്മച്ചിയത് ക്ലിയർ ആയില്ല, അത് മനസ്സിലായില്ല, അങ്ങനെ പരാതിയോട് പരാതിയാണ്. എത്ര വേഗം ഈ ഓൺലൈൻ ക്ലാസ് മാറ്റി ഓഫ്ലൈൻ ക്ലാസ് ആയാൽ മതിയായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായ് കറാമ്പൂ പട്ടൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ഒരു തക്കാളിയും പിന്നെ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒരു 4 കാഷ്യൂനട്ടും കൂടി മിക്സിയിലെടുത്ത് ചതച്ചിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ബിരിയാണി വെക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ പൊരിക്കണം എയർഫ്രയറിൽ വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് മസാല തേച്ചിട്ട് 2 ദിവസം മുന്നേ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. ആ ചിക്കൻ എടുത്തിട്ട് എയർഫ്രയറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയപ്പോൾ നമ്മൾ ചിക്കനും എയർഫ്രയറിൽ കണ്ടിട്ട് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരിപാടി സിമ്പിളായി. അപ്പോൾ നമ്മളെ മസാല റെഡി ആയതിലേക്ക് നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഡ്രൈ ലെമൺ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും എന്താ പറയുക തൈരും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സി ചോദിച്ചിട്ടുള്ള കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എയർ ഫ്രയറിൽ വെച്ച ചിക്കനും പിന്നെ റൈസും വേവിച്ചിട്ട് നമ്മളത് ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡിയായി. ഇത്രയേ പണിയുള്ളൂ കേട്ടോ. എത്ര വേഗം ബിരിയാണി ആയല്ലേ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ചോറും കൂട്ടാനും ഉണ്ടാക്കണേക്കാൾ ഒരുപാട് എളുപ്പമാണ് ബിരിയാണി ഉണ്ടാക്കാൻ. എനിക്കങ്ങനെ തോന്നാറ് കേട്ടോ. എനിക്ക് മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ദിവസം ഞാനും വേഗം ഉണ്ടാക്കാറ് ബിരിയാണിയാണ്. നിങ്ങൾ എന്നെപ്പോലെയാണെങ്കിൽ ഒന്ന് പറയണേ. അപ്പം ബിരിയാണി മാത്രം ആക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു സലാഡും അതിൽ നമ്മളെ മാങ്ങച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്.